സൗദി അറേബ്യ ആതിഥേയത്വം വഹിക്കുന്ന ലോകത്തിലെ ഏറ്റവും കഠിനമായ ദാക്കർ റാലി ആവേശകരമായ മൂന്നാം ഘട്ടത്തിലേക്ക് കടക്കുന്നു. അൽ-ഉല ഗവർണറേറ്റിലെ ലൂപ്പ് കോഴ്സിൽ 422 കിലോമീറ്റർ ടൈംഡ് സ്പെഷ്യൽ സ്റ്റേജ് ഉൾപ്പെടെ ആകെ 736 കിലോമീറ്റർ ദൂരമാണ് മൂന്നാം ഘട്ടത്തിൽ മത്സരാർത്ഥികൾ പിന്നിടുക. കഴിഞ്ഞ ദിവസം നടന്ന രണ്ടാം ഘട്ടത്തിൽ കാർ വിഭാഗത്തിൽ അമേരിക്കയുടെ സേദ് ക്വിൻഡേറോ അട്ടിമറി വിജയം നേടി. 3 മണിക്കൂർ 57 മിനിറ്റ് 16 സെക്കൻഡ് കൊണ്ടാണ് താരം ലക്ഷ്യസ്ഥാനത്തെത്തിയത്. രണ്ടാം സ്ഥാനത്തെത്തിയ ദക്ഷിണാഫ്രിക്കയുടെ ഹെങ്ക് ലക്കേതൻ കിൻഡോറയേക്കാൾ 1 മിനിറ്റ് 42 സെക്കൻഡ് പിന്നിലായി. സൗദിയുടെ നിലവിലെ ചാമ്പ്യൻ യസീദ് അൽ രാജി മൂന്നാം സ്ഥാനത്തെത്തി മികച്ച പ്രകടനം പുറത്തെടുത്തു. യാംബു മുതൽ അൽ-ഉല വരെയായിരുന്നു രണ്ടാം ഘട്ടം. 400 കിലോമീറ്റർ ടൈം സ്പെഷ്യൽ സ്റ്റേജ് ഉൾപ്പെടെ 504 കിലോമീറ്റർ ദൂരമാണ് ഈ ഘട്ടത്തിലുണ്ടായിരുന്നത്. അതേസമയം 5 തവണ ദാക്കർ ജേതാവായ ഖത്തറിന്റെ നാസർ ലത്തിയ കാർ വിഭാഗത്തിൽ ഓവറോൾ ലീഡുമായി മുന്നേറുകയാണ്. 7 മണിക്കൂർ 12 മിനിറ്റ് 16 സെക്കൻഡുമായി അദ്ദേഹം ഒന്നാം സ്ഥാനം നിലനിർത്തുന്നു. കായിക മന്ത്രാലയത്തിന്റെ മേൽനോട്ടത്തിൽ സൗദി ഓട്ടോമൊബൈൽ ആൻഡ് മോട്ടോർ സൈക്കിൾ ഫെഡറേഷനും സൗദി മോട്ടോർ സ്പോർട്ട് കമ്പനിയും ചേർന്നാണ് റാലി സംഘടിപ്പിക്കുന്നത്. 69 രാജ്യങ്ങളിൽ നിന്നുള്ള 812 മത്സരാർത്ഥികളാണ് ഇത്തവണ മാറ്റുരയ്ക്കുന്നത്. യാംബുവിൽ നിന്ന് ആരംഭിച്ച് അൽ-ഉല, ഹായിൽ, റിയാദ്, ബിഷ തുടങ്ങിയ വൈവിധ്യമാർന്ന ഭൂപ്രകൃതിയിലൂടെ 7994 കിലോമീറ്റർ സഞ്ചരിക്കുന്ന റാലി ജനുവരി 17 യാംബുവിൽ തന്നെ സമാപിക്കും. മീഡിയ 1, റിയാദ്.